എന്ത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എന്താണോ തൻ്റെ അഭിപ്രായം അത് പറയാൻ, അത് എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. പിന്നീട് അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ട്. അങ്ങനെ തെറ്റായാലും ശരിയായാലും തനിക്ക് പറയാനുള്ളത് മുഴുവൻ ആർജവത്തോടെ എവിടെയായാലും തുറന്നു പറയുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ശീലമായിരുന്നു. സത്യൻ അന്തിക്കാടിൻ്റെ സിനിമകളെക്കുറിച്ചൊക്കെ അദ്ദേഹം അത്തരത്തിൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. എന്നും ഒരേ റൂട്ടിൽ ഓടുന്ന വണ്ടിയാണ് സത്യൻ അന്തിക്കാടിൻ്റെ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് സംവിധായകനായപ്പോൾ അദ്ദേഹത്തിനും അത് തിരിച്ചടി ഉണ്ടായി. അവിടെ അദ്ദേഹത്തിനൊരു സക്സസ് ആവാൻ കഴിഞ്ഞില്ല. പക്ഷെ അദ്ദേഹം 3 സിനിമകൾ സംവിധാനം ചെയ്തു. കഴിഞ്ഞ 10 വർഷം നമുക്കറിയാം കേരളം ഭരിച്ചിരുന്നത് LDF സർക്കാരായിരുന്നു, CPM നേതൃത്വം നൽകുന്ന സർക്കാരായിരുന്നു. അപ്പോഴും ഭരണത്തിലുള്ളവരുടെ പ്രിയമോ അപ്രിയമോ അതൊന്നും തനിക്കൊരു വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് താൻ ഒരു കോൺഗ്രസ്സുകാരനാണ്, തൻ്റെ ലൈൻ അതാണ് എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തു. അങ്ങനെ രാഷ്ട്രീയമായാലും അഭിപ്രായമായാലും അതൊക്കെ തുറന്നു പറയാൻ അദ്ദേഹം ഒരിക്കലും മടി കാണിച്ചില്ല. ഇപ്പോൾ കൊച്ചിയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹമുള്ള ആശുപത്രിയിൽ വിഷ്ണു പ്രകാശുണ്ട്. വിഷ്ണു, ഇന്ന് രാവിലെ തൊട്ട് എല്ലാവരും വളരെ ആകുലതയോടെ ആയിരുന്നു ഇരുന്നിരുന്നത്. വെന്റിലേറ്ററിലാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ തൊട്ട് എല്ലാവർക്കും ആ രീതിയിലുള്ള ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരൊക്കെയാണ് അവിടെ ഉള്ളത് വിഷ്ണു? വിഷ്ണു കേൾക്കാമോ? ജീവൻ നിലനിൽക്കണമെന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു. ശ്രീജ ആശുപത്രിയിലാണുള്ളത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സലീം കുമാറിൻ്റെ ഈ ഒരു മരണ വാർത്ത അത് ആദ്യം രാവിലെയാണ്. വെന്റിലേറ്ററിലാണ് അദ്ദേഹം വെന്റിലേറ്റർ സഹായത്തിലാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത് എന്നുള്ളൊരു വാർത്ത പുറത്തു വരുമ്പോൾ തന്നെ മലയാളികളെല്ലാവരും ഒന്നടങ്കം പ്രാർത്ഥിച്ചത് സലീം കുമാറിൻ്റെ ജീവന് വേണ്ടിയിട്ടായിരുന്നു. ആ ഒരു പ്രാർത്ഥനയുടെ അത് ഫലം കാണാതെ ഇന്നിപ്പോൾ 10:43 കൂടിയാണ് മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. രാവിലെ ഡയാലിസിസുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് എത്തിയതായിരുന്നു. അതിനിടയിൽ തന്നെ ഒരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നു. പിന്നീട് ചികിത്സയുടെ ഭാഗമായി വെന്റിലേറ്റർ സഹായത്തിലേക്ക് മാറ്റുന്നു. പിന്നീട് ജീവൻ നിലനിർത്താനുള്ള പരമാവധി ശ്രമങ്ങൾ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. വിപുലമായി ഒരുപാട് ആളുകൾ, ഇപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകളും അതുപോലെ തന്നെ ഈ മരണവിവരം അറിഞ്ഞ് ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. സലീം കുമാർ എന്ന ഒരു നടൻ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു സാധാരണക്കാരനായി വെറും സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് സലീം കുമാറിന് എല്ലാവരോടും ഉണ്ടായിരുന്നു. ചേട്ടാ, ഈ മരണവിവരം അറിഞ്ഞതാണ് എവിടെ നിന്ന് വരുന്നത്? കരുനാഗപ്പള്ളി. ഇവിടെ ഉണ്ടായിരുന്നത്? അല്ല, രാവിലെ അറിഞ്ഞിട്ടൊന്നും എന്തെങ്കിലും ആരെങ്കിലും കാണുമോ മറ്റോ? ഇല്ല, കണ്ടില്ല. ഇപ്പോൾ ഒരു വരുമെന്ന് പറഞ്ഞല്ലോ. ഞങ്ങളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? തൊട്ടടുത്ത് തന്നെ. രാവിലെ ഹോസ്പിറ്റലൈസ്ഡാന്ന് പറഞ്ഞിരുന്നു, വെന്റിലേറ്ററിലാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാവർക്കും നമുക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ചൊരു. അതെ, കുട്ടിക്കാലത്ത് ഒരുപാട് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ചൈൽഡൊക്കെ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ സിനിമയൊക്കെ വാച്ച് ചെയ്തിട്ടുണ്ട്. ഇന്നും ഓർത്തിരിക്കുന്ന കുറേ ഡയലോഗുകളുണ്ട് സലീം കുമാറിൻ്റെതായിട്ടുള്ള, അല്ലേ? എപ്പോഴും ഓർത്തിരിക്കുന്ന കുറേ നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറേ ഡയലോഗുകളുണ്ട്. അങ്ങനെ നമ്മൾ സ്ഥിരം അങ്ങനെ നല്ല ഓർമ്മകളാണുള്ളത് ആൾക്കാരെ പറ്റി. നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം എല്ലാത്തിലുപരി. ഇവിടെ അടുത്ത് തന്നെ. ഞാനപ്പോൾ കൂട്ടുകാരൻ വിളിച്ചറിഞ്ഞാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പം തന്നെ നേരെ പോകുന്നെങ്കിൽ ഇനിയിപ്പോൾ കണ്ടതിന് ശേഷം പോകും. അതിലും ഇങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മളൊക്കെ ഇവിടെ വന്നു പോകുമ്പോൾ ഈ ചന്തു ഇപ്പോൾ സിനിമയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ മൂത്തമകനും സജീവമായി തന്നെ സിനിമയിലുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ മഞ്ഞുമൽ ബോയ്സിൻ്റെ സംവിധായകനായിട്ടുള്ള ചിദംബരം, അതുപോലെ ഗണപതി തുടങ്ങി സോഹൻ സീലൽ, അങ്ങനെ ഒരുപാട് താരങ്ങൾ ഈ ആശുപത്രിയിലായ വാർത്ത അറിഞ്ഞതിന് പിന്നാലെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു ആശ്വാസം പകരാനായി ഇവിടേക്ക് എത്തിയിരുന്നു. അവരെല്ലാം ഇപ്പോൾ രാത്രി ഏറെ വൈകിയാണ് ഈ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 1990-കളിലാണ്
സലീം കുമാർ സിനിമയിലേക്ക് വരുന്നത്. ആദ്യം മിമിക്രി രംഗത്തുകൂടെ അത് സജീവമായി വന്ന് പിന്നീട് മിമിക്രിക്കൊപ്പം തന്നെ സിനിമയിൽ സജീവമായി മാറിയ ഒരു വ്യക്തിയാണ്. സിനിമയിലേക്ക് വരിക എന്നുള്ളത് ഒരു വലിയ ആഗ്രഹമൊന്നും ആയിരുന്നില്ല. പലപ്പോഴും ആദ്യഘട്ടങ്ങളിലെല്ലാം മിമിക്രി തന്നെയായിരുന്നു. കാരണം അത്രയും ഒരു ചെറിയ സാധാരണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചതും വളർന്നതുമെല്ലാം. അപ്പോൾ കുടുംബത്തിൻ്റെ ഒരു വരുമാന മാർഗം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തിൽ തന്നെ പിതാവിൻ്റെ ജീവൻ നഷ്ടമാകുന്നു. പിന്നീട് പഠനത്തിന് പോകാതെ ഒരു ജോലിയുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. പിന്നീട് അതിലൊക്കെ ഒരു മാറ്റം വന്ന് ചെറിയ രീതിയിൽ മെച്ചപ്പെട്ട് തുടങ്ങിയ സന്ദർഭത്തിലാണ് മഹാരാജാസ് കോളേജിൽ BA ഇംഗ്ലീഷ് വിദ്യാർത്ഥിയായി അദ്ദേഹം എത്തുന്നത്. അതിനുശേഷം തുടർച്ചയായി 3 വർഷം മിമിക്രിയിൽ MG യൂണിവേഴ്സിറ്റി 1ാം സ്ഥാനം നേടിയിരുന്നത് സലീം കുമാർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു റെക്കോർഡ്, അതായത് തുടർച്ചയായിട്ടുള്ള 3 വർഷം മിമിക്രിയിൽ MG യൂണിവേഴ്സിറ്റിയുടെ ജേതാവ് എന്ന ആ ഒരു റെക്കോർഡ് തന്നെയായിരുന്നത്. ഏതാനും വർഷങ്ങൾ മുൻപ് മാത്രമാണ് മറ്റൊരു വിദ്യാർത്ഥിക്ക് തുടർച്ചയായി 4 വർഷം നേടിക്കൊണ്ടത് തകർക്കാൻ സാധിച്ചുള്ളൂ. അപ്പോൾ അത്രയും മിമിക്രിയെ സ്നേഹിച്ച കലാകാരനാണ്. പിന്നീട് KS പ്രസാദിൻ്റെയൊക്കെ കൂടെ കലാഭവനിലോട്ടും അങ്ങനെ കലാഭവൻ്റെ വിവിധ പരിപാടികളിലെല്ലാം സജീവമായി തന്നെ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അത് ഏഷ്യാനെറ്റിൻ്റെ ഒരു കോമിക്കോള എന്നുള്ള പരിപാടിയിലൊക്കെ സജീവമായി അങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തി. പിന്നീട് സിനിമകളിലേക്ക് വന്നപ്പോൾ ആദ്യകാല സിനിമകളിലൊക്കെ ഒരുപാട് തിക്താനുഭവങ്ങൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ CB മലയിലിൻ്റെ ഒരു ചിത്രത്തിൽ അത് അഭിനയിക്കാൻ വരികയും പിന്നീട് അതിൽ നിന്ന് ഏതാനും 9ഓളം സീനുകൾ ഷൂട്ട് ചെയ്തതിന് ശേഷം പിന്നീട് അത് മടക്കി അയക്കുന്നു. അത് വീണ്ടും അടുത്ത ഷൂട്ടിന് വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മടക്കി അയക്കുന്നതും പിന്നീട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഒരു പൈസയൊന്നുമില്ലാതെ തിരികെ വീട്ടിലേക്ക് പോകാൻ പണം ഒന്നുമില്ലാതെ ഇരുന്ന ഒരു സന്ദർഭമൊക്കെ പല ഘട്ടങ്ങളിലും സലീം കുമാർ തന്നെ വിവരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ, നല്ല നല്ല അനുഭവങ്ങൾ മലയാളി പ്രേക്ഷകർക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2010 ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ ദേശീയ അവാർഡും സംസ്ഥാന അവാർഡും അദ്ദേഹത്തിനെ മികച്ച നടനാക്കി മാറ്റുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറി. അതോടുകൂടിയാണ് ഈ ഹാസ്യ നടൻ എന്ന ഒരു ലേബൽ, അല്ലെങ്കിൽ നേരത്തെ ഈ സുരാജ് വെഞ്ഞാറമൂട് അടക്കമുള്ള ആളുകൾ പിന്നീട് ഇത്തരം ഒരു മത്സര രംഗത്തോട്ട് ആ ഒരു പ്രകടനം കാഴ്ചവെക്കുമ്പോൾ അതിന് ഒരു മതിലുകൾ ഇടിച്ചിട്ടത് എല്ലാവർക്കും കടന്നു വരാൻ, അതായത് മികച്ച നടൻ എന്നുള്ളൊരു അവാർഡ് അത് വലിയ താരങ്ങൾക്ക് മാത്രം സാധിക്കുന്നതല്ല, മികച്ച നടനാകാൻ ആർക്കും പറ്റുമെന്നുള്ളൊരു ബോധ്യം അത് മറ്റൊരു തലമുറയ്ക്കില്ലെങ്കിൽ തൻ്റെ പുറകെ വന്ന ആളുകൾക്ക് ആ ഒരു റിയലൈസേഷൻ ഉണ്ടാക്കി കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ് സലീം കുമാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വിയോഗം പിന്നീട് ഈ മലയാള സിനിമാ രംഗത്ത് അത് ഒരിക്കലും നികത്താനാവാത്തതാണ്. ഒരുപാട് കലാകാരന്മാർ നമുക്ക് വന്നു പോയിട്ടുണ്ട്. അവരെ പോലെയൊക്കെ എന്നും എല്ലാ കാലവും മലയാളികളുടെ മനസ്സിൽ ഒരുപോലെ ഓർത്തിരിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് സലീം കുമാറിൻ്റേത്. കേവലം ഒരു നടൻ മാത്രം ആകാതെ ആ നടനപ്പുറമായി സിനിമകൾ സംവിധാനം ചെയ്തു. അദ്ദേഹത്തിൻ്റെ തന്നെ കറുത്ത ജൂതൻ എന്ന സിനിമ ആ വർഷം മലയാളത്തിൻ്റെ തന്നെ മികച്ച കഥയ്ക്കുള്ള രചനയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടുന്നു. പിന്നീട് ഹാസ്യ നടനുള്ള അവാർഡ്, അങ്ങനെ ഏതാണ്ട് 4ഓളം വരുന്ന സംസ്ഥാന അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വളരെ സജീവമായി സാമൂഹിക വിഷയങ്ങളിലുമൊക്കെ ഇടപെട്ടുകൊണ്ട് ഒരു പക്ഷേ മലയാള സിനിമയുടെ ഒരു ചരിത്രമെടുത്താൽ അവിടെ വലിയൊരു തിരുത്ത് വരുത്തിയ ആളാണ് അദ്ദേഹം. ഹാസ്യ നടന്മാർ എന്നൊക്കെ പറയുമ്പോൾ അവരെന്നും ഒരേപോലെ ഹാസ്യവേഷങ്ങൾ മാത്രമേ ചെയ്യാൻ കഴിയൂ, അല്ലെങ്കിൽ അവരത് ചെയ്യേണ്ടവരാണ് എന്നൊക്കെയുള്ള ഒരു തോന്നലുള്ള കാലത്ത് ഹാസ്യ നടനുള്ള സംസ്ഥാന സർക്കാരിന് പുരസ്കാരം വാങ്ങുക, വളരെ സ്ലാപ്സ്റ്റിക്സ് കോമഡിയൊക്കെ കാണിച്ച് നടന്നിരുന്ന ഒരാൾ, വളരെ പ്രധാനപ്പെട്ട. നാളെ രാവിലെ 8 മണിക്ക് അമൃത ഹോസ്പിറ്റലിൽ നിന്നും പറവൂർ ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും. പറവൂർ ടൗൺ ഹാളിൽ രാവിലെ 9 മണി മുതൽ 1 മണി വരെയാണ് പൊതുദർശനത്തിൻ്റെ സമയം നിശ്ചയിച്ചിരിക്കുന്നത്. 1 മണിക്ക് ശേഷം നേരെ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ 3:30ക്കാണ് കർമ്മങ്ങൾ തുടങ്ങുന്നത്. ഒന്നും പ്രത്യേകിച്ച് പറയാൻ പറ്റുന്നൊരവസ്ഥയാണ്. എല്ലാവരും ഒരേപോലെ സലീമേട്ടൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്നു. നമ്മളെല്ലാവർക്കും ഭയങ്കര ഒരു ഷോക്കായ ഒരു സ്ഥിതിയാണ്. ബിക്കോസ് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു, ഇന്നലെ വരെ മൂപ്പരെല്ലാവരുടെ അടുത്ത് നിന്ന് സംസാരിച്ചിട്ടുണ്ട്, ഇന്ന് രാവിലെയും. അപ്പോൾ നമ്മളൊരു 7-8 ദിവസങ്ങൾക്ക് മുമ്പാണ്
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ പൗരസ്വീകരണത്തിൽ അവസാനമായി സലീമേട്ടനുമായി ഒരു വേദി പങ്കിടാൻ സാധിച്ചു. 11 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ കരൾമാറ്റ ശസ്ത്രക്രിയ നടന്നതിന് ശേഷം അന്നത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുമായി അദ്ദേഹത്തെ കാണുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുമ്പോൾ അതിനെല്ലാം ഹാസ്യാത്മകമായ രീതിയിൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തിത്വം, ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച പ്രതിഭാശാലിയായ ഒരു കലാകാരനെ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. സ്റ്റേജ് ഷോകളിൽ നിന്ന് കടന്നു വന്നു അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലവും സാമ്പത്തിക പശ്ചാത്തലവും എല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ സ്വന്തം കഴിവുകൊണ്ട് മലയാള സിനിമയെ ദേശീയ ശ്രദ്ധ നേടിയ ഒരു നടനായി അംഗീകരിക്കപ്പെട്ട ശ്രീ സലീമേട്ടൻ ഞങ്ങൾക്കെല്ലാം വ്യക്തിപരമായി ഏറെ സൗഹൃദമുള്ള ഒരാളാണ്. സൗഹൃദം എന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങളുടെ സൗഹൃദം, രാഷ്ട്രീയപരമായ ഒരുപാട് വേദികളിലെ യോജിപ്പുകൾ, ഒരു ഭയവുമില്ലാതെ തൻ്റെ നിലപാടുകൾ തുറന്നു പറയാൻ തയ്യാറായിട്ടുള്ളൊരു വ്യക്തിത്വം. അദ്ദേഹം ഇന്ന് മലയാളത്തിൻ്റെ മലയാളികൾ, മലയാള സിനിമ കാണുന്ന, മലയാളത്തെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കും മറക്കാൻ പറ്റാത്ത സലീമേട്ടൻ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളത് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. മുഴുവൻ മലയാള സിനിമാ ലോകം, പല ആളുകളും ഇന്നിങ്ങോട്ട് വരാത്തതാണ്. അദ്ദേഹവുമായി ഏറെ സൗഹൃദമുള്ള ആളുകൾ ഈ ആശുപത്രിയിൽ തന്നെ ഉണ്ട്. പക്ഷേ അവർ പ്രതികരിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ ദുഃഖത്തിലുള്ള ആളുകളാണ്. കുടുംബത്തോടൊപ്പം ഞങ്ങൾ പങ്കുചേരുക. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഉള്ള ആശുപത്രിയിൽ താരസംഘടനയായ അമ്മയുടെ തലപ്പത്തുള്ളവർ, ഒപ്പം എറണാകുളം MP ഹൈബി ഈഡൻ, മറ്റ് സിനിമാ പ്രവർത്തകരെല്ലാവരും ഉണ്ട് അവിടെ. നാളെ രാവിലെ 8 മണിയോടെയായിരിക്കും സലീം കുമാറിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുക. തുടർന്ന് 9 മണിയോടെ, നാളെയല്ല 12:30 സമയം, അതുകൊണ്ട് തന്നെ ഇന്ന് പുലർച്ചെ, ഇന്ന് രാവിലെ 8 മണിയോടെ കൈമാറും. അത് കഴിഞ്ഞ് 9 മണിക്ക് പറവൂരിലേക്ക് കൊണ്ടുപോകും. അവിടെ ടൗൺ ഹാളിലാണ് പൊതുദർശനം. പൊതുദർശനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീടായ ലോഫിംഗ് വില്ലയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. വൈകിട്ട് 4 മണിയോടെ സംസ്കാരം നടക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. വടക്കൻ പറവൂരിലെ ചിറ്റാറ്റുകര എന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. അവിടെ നിന്നാണ് അദ്ദേഹം ഇന്ത്യൻ സിനിമയുടെ നെറുകയിലേക്ക്, ദേശീയ പുരസ്കാരത്തിലേക്കൊക്കെ നടന്നു കയറിയത്. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രാരാബ്ധങ്ങളും ഒക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അമ്മ കൂലിപ്പണിയെടുത്ത് ഒക്കെയാണ് അദ്ദേഹത്തെ വളർത്തിയത്. അപ്പോൾ എപ്പോഴും അദ്ദേഹം പറയുമായിരുന്നു, ഞാൻ ഒരു ദൈവവിശ്വാസിയല്ല, ഞാൻ കണ്ട വിശ്വാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ കണ്ണിന് മുന്നിൽ കണ്ടിട്ടുള്ള ദൈവം എന്ന് പറയുന്നത് അമ്മയാണ്. അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധിയിലും അമ്മയെയാണ് ഓർക്കാറുള്ളത്, അമ്മയെ വിളിച്ചാണ് പ്രാർത്ഥിക്കാറുള്ളത് എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് എത്തുന്നത്. അങ്ങനെ പ്രതിസന്ധികളെ അതിജീവിച്ച് അദ്ദേഹം ഒരിക്കൽ അമ്മ ഓരോ കട്ടയും വെച്ചുണ്ടാക്കിയ വീട്ടിൽ താമസിച്ചിരുന്ന അദ്ദേഹം പിന്നീട് ലോഫിംഗ് വില്ല എന്ന പേരിൽ തൻ്റെ ആഗ്രഹം പോലൊരു വലിയ വീട് വെച്ചു. അത് ആ വീടിൻ്റെ ഓരോ തരിയിലും തൻ്റെ ചിരിയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.